അവസരങ്ങൾ കൊടുത്ത് ഉയർന്നവനാണ് യഥാർത്ഥ മത്സരാർത്ഥി അല്ലെ? അവസരങ്ങൾ കൊടുത്ത് ഉയർന്ന ആളുകൂടിയാണ് യഥാർത്ഥ മത്സരാർത്ഥി. ബിഗ് ബോസ് സീസൺ അൺപ്രഡിക്റ്റബിൾ ആണ്. ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി കേട്ട ഒരു സീസൺ ആണ്. പക്ഷേ ഇതില് എല്ലായ്പ്പോഴും ഇവർ ചെയ്യുന്ന സെനാരിയോ എന്ന് പറഞ്ഞാൽ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ എല്ലായ്പ്പോഴും പുറത്തു പോകും. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സീസൺ എന്ന് പറയുമ്പോഴും ശാരിക തന്നെ പറയുന്നത് ഒരു ജാസ്മിൻ കപ്പെടുക്കുന്നതാണ് അല്ലെ? അപ്പൊ ഈ പ്രഡിക്ഷൻ നിൽക്കുന്നത് ശാരികയാണ്. ഞാൻ വളച്ചൊടിച്ചല്ല, ജാസ്മിനെ ശ്രദ്ധിക്കുന്നത് ശാരികയാണ് അല്ലെ? അല്ലെ? കാരണം ഇത്രയും 4 പേര് ഫിനാലയില് ഇപ്പൊ ഇത്രയും നേരം ഫിനാലെ സംസാരിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഒന്നും സംസാരിക്കാൻ ശാരികയില്ല. ഇത് ഇവിടെ നിന്ന് എന്തൊക്കെ പറഞ്ഞോട്ടെ, എങ്ങനെ വന്നോട്ടെ, വിഷയം എന്ത് തന്നെ ആയിക്കോട്ടെ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അപ്പൊ വിഷയത്തെ കുറിച്ച് പറയുന്നത് ഇന്ന് ഫിനാലെയാണ്. ഇത് ഏത് ലെവലിൽ പോവും? ഇതാണ് ജാസ്മിൻ കപ്പ് പദ്ധതിയാണോ എന്ന ചോദ്യത്തിന് കുറേയും കൂടി ശക്തമായിട്ടുള്ള അഭ്യൂഹങ്ങൾ വരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അല്ലെ? അത്തരത്തിൽ വരുന്നില്ല. അതുപോലെ നവമാധ്യമങ്ങളിലും അഭിപ്രായങ്ങളും വരുന്നതുകൊണ്ട് എത്ര ജഡ്ജസ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരാൾക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? ആ രീതിയിലേക്ക് പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് നേരത്തെ വിവാദം പറയുന്നത് വെച്ചാൽ ബിഗ് ബോസിലുള്ള ആൾക്കാർ ഫേവറിസ് ചെയ്തു. ഫിനാലെ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു ലക്കി ഡ്രോ പോലെ അല്ലെങ്കിൽ ബമ്പർ പോലെ ആ ഒരു സെഗ്മെന്റ് ഇല്ലായിരുന്നെങ്കിൽ ഉപയോഗിക്കുന്നവരും തന്നെയാണ് വിജയം. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ശനിദശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അല്ലെ, കാത്തിരിപ്പിനൊക്കെ വിരാമാവുന്നു. ഒരു ബിഗ് ബോസ് ഫിനാലയിലേക്ക് എത്തി നിൽക്കുകയാണ്. കുറെ പേര് വാഴും കുറെ പേര് വീഴുന്നൊക്കെ പറഞ്ഞു കൊടുത്ത് കുറെ പേര് വീണ് നമ്മൾ കണ്ടു അല്ലെ? ഫിനാലെ ഇനി ആര് കപ്പെടുക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്ന് കിട്ടും. എന്ത് തോന്നുന്നു? ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഒറ്റ പേരെ വരാറുള്ളൂ, ജാസ്മിൻ ജാഫർ. നമ്മള് ഫിനാലെ സംസാരിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ എക്സ്പെക്ടേഷൻസ്, ഇവിടെ ഇത്രയധികം കണ്ടസ്റ്റൻസ് ഉണ്ട്, ഈ ഫിനാലെ എങ്ങനെ പോകുന്നു അങ്ങനെ പറയാൻ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പക്ഷെ വരുമ്പോ ശാരീരിക ആദ്യം പറയാനുള്ളത് ജാസ്മിൻ കപ്പെടുക്കും എന്നുള്ളതാണ് അല്ലെ? ഇത് കാള കിട്ടുന്ന കയറെടുക്കല്ലേ? ഇത് അല്ലെ? നമുക്ക് പറയാനും സംസാരിക്കാനും കുറേയേറെ കാര്യങ്ങളുണ്ട് അല്ലെ? കയറെടുത്തല്ലേ പറ്റൂ, കാളയെ കെട്ടണമല്ലോ. കാള സാധാരണ പറയാറില്ല പറയല്ലേ? സോ എന്ത് തോന്നുന്നു? അത് തന്നെയാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. എങ്ങനെ ഫിനാലെ? കാരണം മുൻ സീസണുകളിലൊക്കെ നമ്മൾ പല രീതിയിലേക്ക് ഒരു 30-40 ഡേയ്സ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴേക്കും ഒരു എക്സ്പെക്ടേഷൻ വരാറുണ്ട്. ആര് കപ്പെടുക്കും, അല്ലെങ്കിൽ എവിടേക്ക് ഒരു ആർമി, പുറത്തുള്ള സപ്പോർട്ട് ഒരാളിലേക്കോ രണ്ടാളിലേക്കോ ഒക്കെ കേന്ദ്രീകരിച്ച് പോകാറുണ്ട്. പക്ഷേ ഈ സീസണെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടാവും പറയുമ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. സീസൺ അൺപ്രഡിക്റ്റബിൾ ആണ്. ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി കേട്ട ഒരു സീസൺ ആണ്. പക്ഷേ ഇതില് എല്ലായ്പ്പോഴും ഇവർ ചെയ്യുന്ന സെനാരിയോ എന്ന് പറഞ്ഞാൽ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ എല്ലായ്പ്പോഴും പുറത്തു പോകും. കഴിഞ്ഞ സീസണുകളിൽ എല്ലാവരും അത് തന്നെ, അത് ഇപ്രാവശ്യം അവർ ചെയ്യുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞൊരു പ്രത്യേകത എന്ന് വെച്ചാൽ തുടക്കം തൊട്ട് ഇവര് ഒരു പോപ്പുലർ ആയിട്ടുള്ള പുറത്തു പോകുന്നുള്ള എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ, കഴിഞ്ഞ 9th സീസൺ റോബിൻ പോയത്, അങ്ങനെ ഓരോ സീസണിലും റോബിൻ പോയിട്ടുള്ളത് ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിലാണ് അല്ലെ? എന്നിരുന്നാലും അയാളെ അങ്ങനെ ഒരു എന്താ പറയുന്ന പ്ലാൻ ചെയ്ത് പുറത്താക്കിയ ഒരു റൂമറൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് സാധനം അതുവരെ അത്രയും സപ്പോർട്ട് കിട്ടിയിരുന്ന ഒരാളാണ്, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഒരു റീസൺ ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ കാര്യങ്ങളും എല്ലാം ഉണ്ടായി. ഫാൻഷിപ്പ് അങ്ങനെ പുറത്താക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞ സീസണിൽ പുറത്താക്കേണ്ടത് അഖിൽമാരായിരുന്നു. പക്ഷെ പുറത്താക്കില്ലല്ലോ. അഖിൽമാരാർ തന്നെ അത് ആരോപിക്കുന്നുണ്ടല്ലോ, എന്നെ പുറത്താക്കാൻ ഒരുപാട് കളികൾ കളിച്ചു, പക്ഷെ ഞാൻ കളിച്ചു കയറിയെന്ന്. ബിഗ് ബോസിലെ പലതരം ഗെയിമുകളും പലതരം രീതികളും സംഭവം നടക്കുന്നു. അപ്പൊ കൃത്യമായിട്ട് ഈ പോപ്പുലർ ആയവരും അല്ലാത്തവരും എന്നുള്ളതല്ല വ്യത്യാസം അല്ലെ? ഇവിടെ നിന്നുള്ള രീതിയിലേക്ക് എങ്ങനെ ഗെയിം എന്നുള്ള രീതിയിലേക്ക് കളിച്ചു കൊണ്ടുവന്നുള്ളത് അല്ലെ? ആ പ്രഡിക്ഷൻ സപ്പോർട്ട് ഓട്ടോമാറ്റിക്കലി വന്നിരുന്നു ഈ സീസണിലെ. പക്ഷെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സീസൺ എന്ന് പറയുമ്പോഴും ശാരിക തന്നെ പറയുന്നത് ഒരു ജാസ്മിൻ കപ്പെടുക്കും എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ഈ പ്രഡിക്ഷൻ നിൽക്കുന്നത് ശാരികയാണ്. ഞാൻ വളച്ചൊടിച്ചല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ അൺപ്രഡിക്റ്റബിൾ എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോഴും ശാരി പറഞ്ഞ സാധനം നമ്മൾ ചർച്ച തുടങ്ങുമ്പോഴേക്കും പറയുന്ന ശാരി പറയുന്നത് സാധനം അങ്ങനെയാണെന്നുള്ളതാണ്. ഓരോ സീസൺ അല്ലെ? അപ്പൊ അങ്ങനെ ഓരോ സീസണിൽ നടന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സീസണിൽ തൊട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ആളും ഇതുവരെ പുറത്ത് എല്ലാരും പറയുന്നു പല ഇവരെ ഫേവറിസം കാണിക്കുന്നു, ബിഗ് ബോസ് ഫേവറിസം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ പല ആരോപണങ്ങളാണ് ജാസ്മിൻ കേട്ടിരിക്കുന്നത്. പക്ഷെ ജാസ്മിൻ ഇന്നും തുടങ്ങിയപ്പോഴും ഇപ്പോഴും അവർ ഒരേ പേസിൽ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പേസിൽ അവർ കളിച്ചു മുന്നേറുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ സ്റ്റേജിൽ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ബാക്കി 4 പേര് എന്നുള്ള രീതിയിലേക്ക് ബാക്കി 4 പേര് ഈ ഫിനാലിൽ വന്നിട്ടുള്ള 4 പേര് ടിക്കറ്റ് എടുക്കാത്ത ഫസ്റ്റ് ഡേ കഴിഞ്ഞാൽ 100ാം ദിവസം കയറി എന്നുള്ള
ഉള്ളവരല്ല. ഈ 100 ദിവസം അതിനുള്ളിൽ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തി കളിച്ച പോലെ ഗെയിമും ടാസ്കും ഇത്രയും സർവൈവ് ചെയ്തിട്ടാണെങ്കിലും പ്രശ്ന സിറ്റുവേഷൻ ഒക്കെ കടന്നിട്ടാണ് വന്നത്. ജാസ്മിനെ ശ്രദ്ധിക്കുന്നത് ചാരികയാണ് അല്ലെ? അല്ലെ, കാരണം ഇത്രയും 4 പേര് ഫിനാലയില് ഇപ്പൊ ഇത്രയും നേരം ഫിനാലെ സംസാരിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഒന്നും സംസാരിക്കാൻ ശാരികയില്ല അല്ലെ? ബാക്കി ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പൊ തോന്നുന്നുള്ള രീതിയിൽ അപ്പൊ ഫിനാലിനെ കുറിച്ചല്ല ഇപ്പോഴും നിങ്ങൾ ശാരിക സംസാരിക്കുന്നത്. അതായത് തുടക്കം മുതൽ നമ്മൾ ഷാനി ദിശ സംസാരിച്ച് തുടങ്ങുമ്പോൾ തുടക്കം മുതൽ ഏത് എപ്പിസോഡാണെങ്കിലും വിഷയം എന്തായിക്കോട്ടെ ശാരിക്ക് പറയാനുള്ളത് ജാസ്മിൻ കപ്പെടുക്കുമെന്നുള്ളതാണ് അല്ലെ? നമ്മൾ വിഷയത്തെ കുറിച്ച് സംസാരിക്കൂ അല്ലെ? ഇത് അവിടെ നിൽക്കുമ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കൂടി എന്നുള്ള രീതിയിലേക്ക് അവരെ കൂടി വിലയിരുത്തു. ഏത് രീതിയിൽ ഇവർ മത്സരിച്ചെത്തി ഇനി ഒരു ഫിനാലെ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോ ഏത് രീതിയിലായിരിക്കും ഇവരുടെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഏതിലോട്ട് പോകുന്നു, അങ്ങനെ ചർച്ച ചെയ്യാൻ സംസാരിക്കാൻ എത്രയും കാര്യങ്ങളുണ്ട്. ഇതിവിടെ നിന്ന് എന്തൊക്കെ പറഞ്ഞോട്ടെ എങ്ങനെ വന്നോട്ടെ വിഷയം എന്ത് തന്നെ ആയിക്കോട്ടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അപ്പൊ വിഷയത്തെ കുറിച്ച് പറയുന്നത് ഇന്ന് ഫിനാലെയാണ്. ഇത് ഏത് ലെവലിൽ പോവും ഇതാണ്. ഇന്ന് ഒരു പക്ഷേ മലയാളക്കരയിലെ ബിഗ് ബോസ് പ്രേക്ഷകരാണെന്നുണ്ടെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് ഏത് രീതിയിലാണെന്നുള്ളത്. ഇതിപ്പോ ബിഗ് ബോസ് ചെയ്യുന്നതിനേക്കാൾ ഫേവറേറ്റ് ചെയ്ത് ശാരികയാണ്. ഇത്രയും ഫിനാലിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും തുടങ്ങിയ ജാസ്മിനിൽ മാത്രമാണ് അല്ലെ? ശാരിക ജാസ്മിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ഇവിടെ ഇപ്പൊ വീണവരേക്കാൾ ഉപരി വാഴവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ വീണവരിൽ എടുത്ത് പറയേണ്ട ചില പേരുകൾ കൂടിയുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ സീസൺ ചർച്ചാ വിഷയം ഒരു കാര്യമായിരുന്നു റോക്കി സിജോ ഫിസിക്കൽ അസോൾട്ട് ഇഷ്യൂ അല്ലെ? ഇതിലെ അത്രയും ബുദ്ധിമുട്ടുകൾ നിന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. രണ്ടാമത്തെ ഒരു വരവിലെ നിന്നുള്ളൊരു ഗെയിമറായിട്ട് കുറെ എക്സ്പെക്ട് ചെയ്തു. ഫിനാലിൽ വരെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റില് പ്രേക്ഷകർ പറഞ്ഞൊരു പേരും കൂടിയായിരുന്നു. പക്ഷെ ഫിനാലിലേക്ക് വരുമ്പില്ല. ഒരു പക്ഷെ ഫിനാലിലേക്ക് എത്തുന്ന മുമ്പുള്ള ഞെട്ടലുകളൊന്നും കൂടിയായിരുന്നു എന്നുള്ള രീതിയിലേക്കാണ് നിന്ന് ഇപ്പൊ ഫൈനലോട് നിങ്ങൾ വരുമ്പോഴാണെങ്കിലും ഇത്രയും പുറത്ത് സപ്പോർട്ട് എന്നുള്ള രീതിയിലേക്കാണെങ്കിൽ കണ്ടന്റുകളായാലും പറഞ്ഞ പേരുകളിലൊന്ന് ഒരു പക്ഷെ വിൻ ചെയ്യാൻ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വന്ന പേരും കൂടിയായിരുന്നു ഒന്ന് ജിൻഡോ അല്ലെ? സോ ഈ ഇത്തരത്തില് കോംബോ കളിക്കുമ്പോൾ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് നിലനിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ പറഞ്ഞു ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചിരുന്നെങ്കിൽ ഇവർ കുറെ കൂടി നിൽക്കുമായിരുന്നു, ഗബ്രി ഇത്ര നേരത്തെ പുറത്തു പോയില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ അർജുന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ വന്ന് കളിച്ച് ഒരാൾ കൂടിയാണ് അല്ലെ? അപ്പൊ പല സ്റ്റേജിൽ ഇപ്പൊ നമുക്ക് ചിലവിടത്ത് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വീക്ക് പോയിന്റ് ഉണ്ടാവും. ചില ടാസ്കുകൾ കൊണ്ട് ഗെയിമുകൾ കൊണ്ട് ചിലപ്പോൾ ഫിസിക്കലായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടായിരിക്കും. അടുത്തൊരു സെക്ഷൻ വരുമ്പോൾ ഇത് മാറുക അല്ലെ? ഇതിനിടയ്ക്ക് പല അഭ്യൂഹങ്ങളുണ്ട് പുറത്തു നിന്ന് വിവരം കിട്ടുന്നു, എങ്ങനെ സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം ഫൈനലിസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ അതായത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ അത് ഇപ്പൊ മോശമായാലും നല്ലതായാലും ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ എന്ന് പറയുന്നത്. ജിൻഡോ ആദ്യം തൊട്ട് കളിച്ച് ആദ്യം കുറെ വീക്ക് പോയിന്റിലേക്ക് പുള്ളി പോയി, പിന്നെ പുള്ളി കുറെ അപവാദങ്ങൾ കേൾക്കുന്നു, പിന്നെ പുള്ളി ഭയങ്കര ക്രൂക്കടാന്നുള്ള പേരുകൾ കേൾക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഫൈനലിൽ എത്തി നിൽക്കുകയാണ്. അദ്ദേഹം മിറർ നോക്കി സെൽഫായിട്ട് കുറെ ഭയങ്കര മോട്ടിവേഷണൽ സ്പീച്ച് ഒക്കെ ചെയ്ത് തുടക്കത്തിൽ തന്നെ എന്നുള്ള രീതിയിലേക്ക് എത്രത്തോളം മണ്ടൻ എന്നുള്ള പരാമർശങ്ങൾ കേട്ട ഒരാളാണ്. അല്ലെങ്കിൽ ആദ്യത്തെ പുറത്താവാൻ സാധ്യത എന്ന് പറഞ്ഞ ഒരാളാണ്. ഫിനാലേക്ക് എത്തുമ്പോൾ ഇത് തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞു വെക്കുന്നത് അല്ലെ? നമ്മൾ തുടക്കത്തിൽ എങ്ങനെ ഇരുന്നു, എങ്ങനെ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഇതിന്റെ ഓരോ ഘട്ടത്തിൽ എത്രത്തോളം നമ്മൾ നിന്ന് മാറ്റങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഉള്ളിൽ ഹൗസിനകത്ത് എത്രത്തോളം ചേഞ്ചിനെ അതിനെങ്ങനെ ഫേസ് ചെയ്യുന്നു, സർവൈവ് ചെയ്യുന്നു, ഓക്കം ചെയ്യുന്നു, ഇതൊക്കെ ഇതിന്റെ ഒരു മെയിൻ പോയിന്റ് ആണ്. സോ അങ്ങനെ നിന്ന് തന്നെയാണ് എത്രത്തോളം വീണവർ നിന്ന് ഇടയിലെ അല്ലെ ഇവര് ഫിനാലേക്ക് എത്തി നിൽക്കുന്നത് വീഴാതെ ഒരു ഭാഗ്യത്തിന്റെ കണിക വരുന്നുണ്ടോ എന്ന് റോഹന് ഫീൽ. പക്ഷെ ഇത് ഭാഗ്യത്തിന്റെ കണികൾക്കാൾ ഉപരിയായിട്ട് ഈ ഫിനാലിൽ നിൽക്കുമ്പോ ഇത് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഇതിന്റെ ഫിനാലെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനല്ല. ഇത് മെയിൻലി ഇതിന്റെ ടെൻഷൻ കംപ്ലീറ്റ് എടുക്കുന്നത് ക്രൂവിനായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്ക് കപ്പ് കൊടുക്കും എന്നുള്ളത് ഇപ്പൊ പല രീതിയിലേക്ക് സപ്പോർട്ട് കയറി ഇറങ്ങി വരാറുണ്ട്, വോട്ടിംഗ് ഒക്കെ വരാറുണ്ട്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ഒരാളിലേക്ക് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പല പരാമർശങ്ങളും വരുന്നു അല്ലെ? ഈ ഫൈനൽ വന്നു കഴിഞ്ഞിട്ട് എത്ര ജഡ്ജസ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരാൾക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? ആ രീതിയിലേക്ക് പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് വിവാദം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിലുള്ള ആൾക്കാർ ഫേവറേറ്റ് ചെയ്യുന്നു. ഇല്ലേ, അപ്പൊ ആ ഫേവറേറ്റ്സ് വന്നു കഴിഞ്ഞിട്ട് ഇതേപോലെ ഇന്ന ആൾക്ക് കപ്പ് കിട്ടി. ഇപ്പൊ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയ എല്ലാം നവമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന മെയിൻ ഒരു കാര്യമാണ് ഒരാളിലേക്ക് മാത്രം കപ്പ് പോകുന്നത്. സംസാരിച്ച കാര്യമാണ്. ഇപ്പൊ ജാസ്മിന് കപ്പ് കിട്ടി കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ ക്രൂവിന് കിട്ടേണ്ടി വരും. കാരണം ഇതുവരെ കേട്ട പരാമർശങ്ങളായിരുന്നു ജാസ്മിന് കപ്പ് എന്നൊരു പദ്ധതിയാണോ എന്നുള്ളത് സിബിൻ പോലെയുള്ള കണ്ടസ്റ്റൻസ് വരെ ചോദിച്ചു പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോ ഇനിയിപ്പോ ജാസ്മിന് അവിടെ ഉള്ള ഒരാൾക്ക് അങ്ങനെ കൊടുക്കുമ്പോ ഇത് ക്രൂ സത്യത്തില് കൺഫ്യൂസ്ഡ് ആവുന്നത് ഇന്ന ആൾക്ക് കൊടുത്തത് അത് പ്രീ പ്ലാൻഡ് ആവോ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾക്ക് അഭ്യൂഹങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരുന്നതാണ്. എവിടെയാണെന്നുള്ള രീതിയിലേക്ക്
ജിൻഡോന എന്നുള്ളതെങ്കിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു കണ്ടസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും ഇത്രയും സപ്പോർട്ട് മറുപടി പറഞ്ഞില്ല. എന്താണ് ജാസ്മിൻ കപ്പ് നേടുകയാണെങ്കിൽ അത് പ്രീ പ്ലാൻ ആണെന്ന് റോഹൻ പറയാൻ സാധിക്കും? ജാസ്മിൻ കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതുവരെ ജാസ്മിൻ കപ്പ് പദ്ധതിയാണോ എന്ന ചോദ്യത്തിന് കുറെ കൂടി ശക്തമായിട്ടുള്ള അഭ്യൂഹങ്ങൾ വരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ലെ? അതുപോലെ നവമാധ്യമങ്ങളിലും അഭിപ്രായങ്ങളും വരുന്നതുകൊണ്ട് ആ മത്സരാർത്ഥിക്ക് യാതൊരു തരത്തിലുള്ള കളിയുമില്ല. ബാക്കിയുള്ളവരും ഡേ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളവരും ഡേ വന്ന് ബിഗ് ബോസിൽ വന്നിട്ട് ടൂർ കഴിഞ്ഞിട്ട് 100ാം ദിവസം വന്നവരല്ല. ഈ 100 ദിവസം അവിടെ വന്ന് ഗെയിം കളിച്ച് ടാസ്ക് അല്ലെ. അപ്പൊ ഒരാളിലേക്ക് മാത്രമായിട്ട് സംസാരിക്കരുത്. നമ്മളിവിടെ സംസാരിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ്. അപ്പൊ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ സംസാരിക്കുന്നു അല്ലെ. മറ്റു കണ്ടസ്റ്റന്റിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ പറഞ്ഞ ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് എനിക്ക് തോന്നിയ ഒരാളുടെ കാര്യമാണ് ജാസ്മിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് വരുന്നത്. അതേപോലെ തന്നെ ഞാൻ പറയുന്നത് അതേപോലെ തന്നെ എല്ലാവരും പവർഫുൾ ആയതുകൊണ്ടാണ് അതുപോലെ അവരും പവർഫുൾ ആയതുകൊണ്ടാണ് ഇത്രയും പേരിൽ നിന്ന് ഇവരിലേക്ക് ചുരുങ്ങി നിൽക്കുന്നത് അല്ലെ. അപ്പൊ അത് സംഭവിച്ചു കൊടുക്കണം. ഒരു ഫിനാലയിലേക്ക് ഇത്രയധികം സപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞാലും പോയി. അപ്പൊ അതേപോലെ ഈ പ്രതീക്ഷയിൽ തന്നെ അവർ പുറത്തു പോകുന്നുണ്ടെങ്കിൽ ഇത്ര അധികം കണ്ടസ്റ്റൻസ് ഫിനാലിൽ ഇവർ ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇവരിലേക്ക് ചുരുങ്ങുന്നുണ്ടെങ്കിൽ എല്ലാവരും അത്രത്തോളം പവർഫുൾ കണ്ടസ്റ്റന്റ് ആയതുകൊണ്ടല്ലേ അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഒരാളുടെ പേരിലേക്ക് മാത്രം പോകരുത്. ഒരാളിലേക്ക് മാത്രം പോകരുത്. അങ്ങനെ വരുമ്പോൾ എന്നുള്ള രീതിയിൽ ഒരാൾ പറയുമ്പോ 5 പേരിൽ ബാക്കിയും ആളുകളുണ്ട് 4 പേര് ഇല്ലേ. അവരുടെ സാധ്യതകളെ കുറിച്ച് കൂടി പറയണം അല്ലെ. അതല്ലാതെ അവരൊക്കെ വന്നത് ഏതാണ്ട് ഫിനാലേക്ക് നേരിട്ട് എൻട്രി കിട്ടിയ പോലെയാണ് ശാരിക സംസാരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് തുടക്കം മുതൽ ജാസ്മിൻ എന്നുള്ള പേര് മാത്രമാണ് ശാരിക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. വേറെ കണ്ടസ്റ്റൻസ് എന്നുള്ള രീതിയിലേക്ക് കളിച്ചു അല്ലെ. അപ്പൊ അങ്ങനെ അത്രയും ഗെയിമർ ആയതുകൊണ്ടല്ലേ ഇവർക്കും കൂടി സപ്പോർട്ട് വന്നത് അല്ലെ. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇത്രയും കഴിവുണ്ടായിരുന്നുള്ള രീതിയിൽ ടിക്കറ്റ് ഫിനാലിൽ ഫസ്റ്റ് എൻട്രി കിട്ടിയത് അഭിഷേകനാണ് അല്ലെ. സ്കില്ലുകൊണ്ടല്ലേ, കഴിവുകൊണ്ടല്ലേ. സ്കില്ലുകൊണ്ടാണ്. പക്ഷേ അവിടെ ഒരു ഭാഗ്യത്തിന് ആനുകൂല്യം അഭിഷേക് കളിച്ച് ജയിക്കുമ്പോ ഭാഗ്യോ, കളിച്ച് ജയിക്കുമ്പോ ഭാഗ്യോ, അതെങ്ങനെയാ ഒരു മത്സരാർത്ഥിയായിട്ട് വന്നു കഴിഞ്ഞിട്ടില്ലേ അവസരങ്ങൾ കൊടുത്ത് ഉയർന്നവനാണ് യഥാർത്ഥ മത്സരാർത്ഥി അല്ലെ. അവസരങ്ങൾ കൊടുത്ത് ഉയർന്ന ആളുകൂടെയാണ് യഥാർത്ഥ മത്സരാർത്ഥി. അത്തരത്തിലെ കൃത്യമായിട്ടുള്ള സമയവും സാഹചര്യങ്ങളും അവസരങ്ങളും കൃത്യമായിട്ട് അഭിഷേകം കൃത്യമായിട്ട് സാഹചര്യങ്ങളും അവസരങ്ങളും ഈ കൊടുത്ത ടിക്കറ്റ് ഫിനാലെ അഭിഷേകിന് മാത്രം ഇരുത്തിയിട്ട് കൃത്യമായിട്ട് ടിക്കറ്റ് ഫിനാലെ എന്നുള്ള രീതിയിലേക്ക് അഭിഷേകിന് മാത്രം ഇരുത്തിയിട്ട് ബാക്കിയുള്ളവരെ ഇരുത്തിയിട്ടുള്ളതല്ല. അങ്ങനെയാണോ ടിക്കറ്റ് ഫിനാലെ നടത്തിയത് അഭിഷേകിന് വേണ്ടി മാത്രമാണോ? ടിക്കറ്റ് ഫിനാലെ നടത്തിയത് അഭിഷേകിന് മാത്രം വേണ്ടിയാണോ? അല്ല, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ഇല്ലേ. സോ എന്തുകൊണ്ട് ഇവരൊക്കെ എന്നുള്ള രീതിയിലേക്ക് കളിച്ചിട്ടും ഒരാൾക്ക് വേണ്ടി മാത്രം നടത്തിയതല്ല ടിക്കറ്റ് ഫിനാലെ. ഇവരൊക്കെ എങ്കിൽ ഒരാൾ ജയിച്ചെങ്കിൽ അതാളുടെ കഴിവാണ്. എങ്കിൽ ഒരാൾ ജയിച്ചെങ്കിൽ അതൊരാളുടെ കഴിവ് കൂടിയാണ് അല്ലെ. ഒരാൾ ജയിച്ചു വന്നിട്ട് കഴിഞ്ഞിട്ട് ടിക്കറ്റ് ഫിനാലെ അതിന്റെ ഉള്ളിലത്തെ ഗെയിമാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ജാസ്മിൻ ആണെങ്കിലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പക്ഷെ അതുപോലെ സംസാരിക്കണേ. കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസും ഓരോ സെക്ഷനിലും ജയിച്ചു വന്ന ഇപ്പൊ എന്ത് മണ്ടത്തര പറയുന്നത്. അപ്പൊ ടിക്കറ്റ് ഫിനാലെ എന്നുള്ള സംഭവം ഇല്ലെങ്കിൽ അഭിഷേക് പുറത്തുപോയിരുന്നു അത് ഗെയിമിന്റെ അതിന്റെ ഭാഗമല്ല, അതിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഓരോ സെഗ്മെന്റില് ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ കഴിവാണ് അല്ലെ. സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഭാഗ്യമാണ്. ഓരോ സെക്ഷനിലും അവന്റെ യുക്തിക്കും കഴിവിനും അനുസരിച്ച് കളിക്കാന്നുള്ളത്. കൃത്യമായിട്ട് അവസരം വന്നു, ടിക്കറ്റ് ഫിനാലെ വന്നു, അഭിഷേക് കൃത്യമായിട്ട് എൻട്രി. ഇപ്പൊ കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്നറിയോ, ഭാഗ്യം കൊണ്ട് മാത്രം ജയിച്ചെന്ന്. അത് കഴിവുകൊണ്ട് കൂടിയാ. പിന്നെ നേരത്തെ അത് കഴിഞ്ഞിട്ട് ശാരിക പറയുന്ന കാര്യം ഇത് അതിന്റെ ഉള്ളിലുള്ള കാരണമാണ് ടിക്കറ്റ് ഫിനാലെ ഇല്ലെങ്കിൽ പുറത്തു പോയെന്നുള്ളത്. അങ്ങനെ തന്നെയല്ലേ ഓരോ സെക്ഷനും. ചിലവര് വീണത് എങ്ങനെയാ, ചില ടാസ്കുകളും ചില ഗെയിമുകളും വന്നപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ നിൽക്കാൻ പറ്റിയ ഒരു ചാൻസിൽ ആള് കേറിയിട്ടുണ്ടെങ്കിൽ ആള് കിട്ടിയ ചാൻസ് അവസരങ്ങള് മുതലെടുക്കുന്നവരും അവസരങ്ങള് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവരും തന്നെയാണ് വിജയം കൈവരിച്ചിട്ടുള്ളത് അല്ലെ. കൃത്യമായിട്ട് അവസരങ്ങൾ കിട്ടിയെന്നപ്പോ ഈ അവസരം എല്ലാവർക്കും ഒരേപോലെ കിട്ടിയതാണ്. എന്തിനാണ് എല്ലാവർക്കും ഒരേപോലെ അവസരം കിട്ടിയിട്ടും ഒരാൾ മാത്രം അതിൽ വിജയിച്ചെത്തുമ്പോ അത് ഭാഗ്യത്തിന്റെ കൂടെ പരിഗണിച്ചതാണെന്ന് പറയാൻ പറ്റണേ അല്ലെ. അപ്പൊ അങ്ങനെയെങ്കിൽ അല്ലെ, അപ്പൊ എത്തിയ ഒരാള് അവിടെ എത്തുന്ന സമയത്ത് അല്ല ഞാൻ പറഞ്ഞില്ല ഒരു ടിക്കറ്റ് ഫിനാലെ എന്നുള്ള രീതിയിലേക്ക് ഭാഗ്യത്തിന്റെ അംശം എന്ന് പറയുന്നു അല്ലെ. ഒരാൾക്കിന്റെ ഒപ്പം തന്നെ എല്ലാവർക്കും കഴിവുള്ളവരാണ് അല്ലെ.
ആ കഴിവുള്ളവരാണ് കയറിയത് അല്ലെ അല്ലെ അപ്പൊ അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് കേറിയിട്ട് അർജുൻ ഇത്രയും പേരെ പറയാം. ഇത്ര പേരുകൾ ഇപ്പൊ വരുന്നു. ഇത്രയിൽ ശാരിക്ക് ഇത്ര നേരം എന്താ പറയാ ഞാൻ അല്ലെ എങ്ങനെയാണ് ഒരാളെ പോസിറ്റീവായിട്ട് നിൽക്കണമെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ് നെഗറ്റീവായിട്ട് പറയുന്നത്? ഒറ്റ ഒരാൾ ജയിക്കുള്ളൂ. ഒറ്റ ഒരാൾ ജയിക്കണമെങ്കിൽ എല്ലാ കണ്ടസ്റ്റൻസും എന്ത് ക്വാളിറ്റിയിൽ വന്നു, എങ്ങനെയായിരുന്നു അവരുടെ സ്ട്രോങ് പോയിന്റ്, ഏതൊക്കെ സെക്ഷനിൽ നിന്ന് പറയുന്നു, ഇതൊക്കെ നല്ല രീതിയിൽ പറയണം അല്ലെ? അല്ല അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ പറയണം. കണ്ടസ്റ്റൻസിനെ കുറിച്ച് 5 പേരുടെ എന്നുള്ള രീതിയിലേക്ക് യോഗ്യതകളും പോരായ്മകളുണ്ട് ഇല്ലേ? 5 പേര് സ്ട്രോങ് ആയതുകൊണ്ടാണ് അവിടെ എത്തിയത്. അതെന്ത് സമ്മതിക്കാൻ ബുദ്ധിമുട്ട്? 5 പേര് ഇത്രയും സ്ട്രോങ് ആയിരുന്നു സമ്മതിക്കാൻ എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് അല്ലെ? ഞാൻ ജാസ്മിൻ സ്ട്രോങ് അല്ലാന്നല്ലോ ഇവിടെ പറഞ്ഞേ. ജാസ്മിൻ എന്ന പേരിലേക്ക് അല്ല, ജാസ്മിന്റെ പേര് മാത്രം സംസാരിക്കുന്നു, അതാണ് പറയുന്നത് അല്ലെ? എന്തിനാണ് ജാസ്മിൻ എന്നുള്ള പേര് പറയുന്നത്? ഇറിറ്റേറ്റഡ് അവിടെ എന്തിനാ? അപ്പൊ 5 പേരും സ്ട്രോങ് ആണ്. അവിടെ 5 പേര് അവിടെ എത്തുമ്പോ അതനുസരിച്ചിട്ട് എല്ലാവർക്കും അവിടെ വീണതിൽ യോഗ്യത ഉണ്ട്. അവരെ വീണതിൽ യോഗ്യത ഉണ്ട്. അതിലേക്കാണ് എത്തേണ്ടത്.